കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ മടങ്ങിയെത്തും. ജനീവ ഉടമ്പടി പ്രകാരം ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ വിംഗ് കമാൻഡറെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറും. പിന്നീട് വാഗ അതിർത്തി വഴി അഭിനന്ദനെ ഇന്ത്യയിലെത്തിക്കും. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കുടുംബവും വാഗ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. സൈനികന്റെ മോചനത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഒരു ചരിത്ര മുഹൂർത്തത്തിനായി ഒരു രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ്. എപ്പോഴായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്? വിശദാംശങ്ങൾ എന്താണ്? അഭിനന്ദൻ വർത്തമാനെ റാവൽപിണ്ടിയിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനമാർഗം എത്തിക്കുകയാണ് പാകിസ്ഥാൻ. അവിടെ നിന്നാണ് അദ്ദേഹത്തെ വാഗ അതിർത്തി വഴി ഇന്ത്യക്ക് കൈമാറുക. അദ്ദേഹം ഈ ലാഹോറിൽ നിന്ന് ഈ വാഗ അതിർത്തി വരെയുള്ള ദൂരം റോഡ് മാർഗമാണെങ്കിൽ പോലും 24 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വിമാനം ഇറങ്ങിയാൽ ഉടൻ ഈ അഭിനന്ദൻ വർത്തമാന് വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്താൻ കഴിയും. പക്ഷെ ലാഹോറിൽ എത്തണം, എന്നാൽ മാത്രമേ നമുക്കൊരു സമയക്രമം കൃത്യമായി പറയാൻ കഴിയുള്ളൂ. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി രാജ്യം കാത്തിരിക്കുകയാണ്. അദ്ദേഹം എത്തിയാൽ ഉടൻ വലിയ സ്വീകരണ പരിപാടികളാണ് ഈ വാഗ അതിർത്തിയിൽ ആലോചിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് പേർ ദേശീയ പതാകകളുമായി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ബീറ്റിംഗ് ദ റിട്രീറ്റ് വാഗ അതിർത്തിയിൽ നടക്കേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം അഭിനന്ദൻ വർത്തമാൻ എത്തുന്നതിന്റെ ഒരു സാഹചര്യം പരിഗണിച്ച് ബീറ്റിംഗ് റിട്രീറ്റ് ക്യാൻസൽ ചെയ്തതായി ഇപ്പോൾ BSF അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ നീണ്ടു പോയാൽ ചിലപ്പോൾ ആ റിട്രീറ്റിംഗ് സമയത്തായിരിക്കും, ആ പരേഡ് ചടങ്ങ് നടക്കുന്ന സമയത്തായിരിക്കാം അഭിനന്ദൻ വർത്തമാൻ എത്തുക. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ സാഹചര്യം മാറ്റം വരുത്താൻ വേണ്ടിയാണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് ഒഴിവാക്കിയത്. ഇന്ന് കാഴ്ചക്കാരെ ഒന്നും അവിടെ ഇരുത്തുന്നില്ല, അവരെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും BSFന്റെയും അമൃതസർ പോലീസിന്റെയും സുരക്ഷയിലാണ് വാഗ അതിർത്തിയിലെങ്ങും. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ പോകും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് ഇത്തരത്തിൽ തടവുകാരെ പിടിക്കപ്പെടുന്ന സൈനികർ പിന്നീട് കൈമാറ്റം ലഭിച്ചാൽ പോലും ഇവിടെ ഒരു സ്വീകരണം ആ സമയത്ത് കൊടുക്കുന്ന പതിവ് നമുക്കില്ല. കാരണം അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, അവരുടെ മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കണം. അതിനുശേഷം മാത്രമേ പൊതുപരിപാടികൾക്ക് അവർക്ക് അനുവാദം നൽകാറുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനോട് അങ്ങോട്ട് പോകണ്ട എന്ന് പ്രോട്ടോകോൾ ഓഫീസർ നിർദ്ദേശിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം അക്കാര്യം ചില മാധ്യമങ്ങളായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അഭിനന്ദൻ വർത്തമാനെ സ്വീകരിക്കാൻ അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ വ്യോമസേനയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരും വാഗ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ്. സന്തോഷ്, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം എത്ര മണിയോടുകൂടി അദ്ദേഹത്തിന് ഇന്ത്യയിൽ എത്താൻ സാധിക്കുമെന്നാണ് അറിയുന്നത്? 4:30 കഴിയും എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ഒരു വിവരം. രേഷ്മ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ലാഹോറിൽ നിന്ന് വാഗ അതിർത്തിയിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യം സമയം പറയാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് വാഗ അതിർത്തിയിൽ. പക്ഷെ അവരും ഇത് സമയക്രമം വ്യക്തമാക്കാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ ചുമതലയുള്ള പഞ്ചാബ് പോലീസിന്റെ DGP നേരത്തെ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു, ഡെപ്യൂട്ടി കമ്മീഷണർ ദൾ. അദ്ദേഹവും പറഞ്ഞത് എനിക്കൊരു സമയം വ്യക്തമാക്കാനാകില്ല, അത് സംബന്ധിച്ച് വരുന്ന സമയക്രമം സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ അവസാന നിമിഷം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് സമയക്രമം പറയില്ല. പക്ഷെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് മാത്രമേ പഞ്ചാബ് പോലീസും പറയുന്നുള്ളൂ. അവിടെ നിന്നും മറ്റ് വ്യോമസേന മറ്റ് സൈന്യ അംഗങ്ങളും പ്രതിനിധികളും അത് തന്നെയാണ് അറിയിക്കുന്നത്. ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയാൻ കഴിയുന്നത് ഇദ്ദേഹത്തെ ലാഹോറിൽ കൊണ്ടുവന്നാൽ ലാഹോറിൽ വെച്ച് ആർക്കാണ് കൈമാറുക എന്ന് സംബന്ധിച്ച് ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിലെ ഇതനുസരിച്ചാണെങ്കിൽ റെഡ് ക്രോസിനാണ് കൈമാറേണ്ടത്. ജനീവ കൺവെൻഷൻ പ്രകാരം അങ്ങനെ ഒരു ചട്ടം നിലനിൽക്കുന്നുണ്ട്. യുദ്ധസമയത്ത് അത്തരം ഒരു കൈമാറ്റമാണ് സാധാരണ പതിവ്. പക്ഷെ അത് അങ്ങനെ അല്ല എങ്കിൽ അദ്ദേഹത്തെ വാഗ അതിർത്തിയിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ അധികൃതർക്ക് നേരിട്ട് കൈമാറാം. പക്ഷെ അത് ഏത് രീതിയായിരിക്കും പാകിസ്ഥാൻ അവലംബിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ നടപടിക്രമങ്ങളെല്ലാം റെഡ് ക്രോസിനാണ് കൈമാറുന്നതെങ്കിൽ ഇനി റെഡ് ക്രോസിന്റെ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി പൂർത്തിയാക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ ഇന്ത്യക്ക് നൽകുക. പാകിസ്ഥാൻ പറയുന്നത് റാവൽപിണ്ടിയിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നാണ്. സന്തോഷ്, മറ്റൊരു കാര്യം കൂടി, അദ്ദേഹം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ ഔദ്യോഗിക നടപടികളായിരിക്കും ഉണ്ടാവുക? സന്തോഷ്, വരും മണിക്കൂറുകളിൽ
കൂടുതൽ വിവരങ്ങൾക്കായി താങ്കളെ ബന്ധപ്പെടാം. ഇപ്പോൾ വി പരമേശ്വരൻ കൂടി തത്സമയം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. വിദേശകാര്യ വിദഗ്ധൻ ശ്രീ വി പരമേശ്വരൻ. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ മടങ്ങിയെത്തും എന്നുള്ള സന്തോഷകരമായ വാർത്തകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ കാത്ത് ഇരിക്കുകയാണ്. ഈ ഒരു പാകിസ്ഥാൻ നടപടിയെ നമ്മൾ എങ്ങനെയാണ് നോക്കിൽ കാണേണ്ടത്? അല്ലെങ്കിൽ ഇനി വരുന്ന ഇന്ത്യൻ പാകിസ്ഥാൻ ബന്ധത്തെ ഇത് എത്രമാത്രം സ്വാധീനിക്കും? കാര്യമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഇന്ത്യൻ പാകിസ്ഥാൻ ബന്ധത്തിൽ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഒരു സൈനികനെ കൈമാറിയത് കൊണ്ട് മാത്രം വർഷങ്ങളായിട്ടുള്ള ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു യുദ്ധമുഖത്ത് നിന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതൊരു 60 മണിക്കൂർ മുമ്പ് പോലും അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് സ്ഥിതി മാറിയിട്ടുണ്ട്. ആ സ്ഥിതി മാറ്റം സ്വാഭാവികമായിട്ടും ഈ അഭിനന്ദൻ്റെ കൈമാറ്റത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതായത് ഇതൊരു നല്ലൊരു സമയമാണ്. ഇരു രാഷ്ട്രങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങളിൽ കൂടി ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നല്ല അവസരമാണ് അഭിനന്ദൻ്റെ കൈമാറ്റത്തിലൂടെ സജ്ജമാകുന്നത്. അത് ഉപയോഗിക്കാൻ ഇരു രാഷ്ട്രങ്ങളും തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇന്നലെ നാഷണൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇമ്രാൻഖാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അഭിനന്ദനെ കൈമാറുന്ന കാര്യം ലോകത്തെ അറിയിച്ചത്. കാരണം അതിനുശേഷം അതിൻ്റെ തലേന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനോടൊന്നും ഒരു അനുകൂലമായ പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റഡ് പോളിസി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫൈറ്റ് ഭീകരവാദത്തിനെതിരെയാണ്. പുൽവാമ ആക്രമണം നടത്തിയ ഭീകരവാദികൾ പാകിസ്ഥാനിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അവർക്കെതിരെ ഒരു നീക്കവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നടപടി ഇല്ലാത്തൊരു ഘട്ടത്തിൽ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് പാകിസ്ഥാനുമായി നാം ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചക്ക് വഴങ്ങേണ്ടത് എന്ന ഒരു തിയറിയാണ് ഇന്ത്യൻ അധികൃതർ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ സൈനിക വക്താക്കളുടെ ഒരു പത്രസമ്മേളനം ഡൽഹിയിലുണ്ടായിരുന്നു. അതിലും അവർ കൃത്യമായിട്ട് പറഞ്ഞത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ നടപടി ഇനിയും തുടരുമെന്നാണ്. അതിനർത്ഥം ചർച്ചയ്ക്ക് തൽക്കാലം ഇന്ത്യ ഗവൺമെൻറ് തയ്യാറല്ല എന്ന ഒരു വ്യക്തമായ സൂചനയാണ് അത് നൽകുന്നത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ശക്തമായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ളൊരു എസ്കലേഷനിലേക്ക് എത്തിയതുപോലും അമേരിക്കയും സൗദി അറേബ്യയും അതുപോലെ തന്നെ ബാക്ക്ഡോറിൽ കൂടിയുള്ള ചൈനയുടെയും UAEയുടെയും ഒക്കെ ശ്രമങ്ങളാണ്. കാരണം ആ രീതിയിലുള്ള ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും നടക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തൽക്കാലം ഒരു ചർച്ചക്കുള്ള അല്ലെങ്കിൽ ഒരു നയതന്ത്ര നീക്കത്തിനുള്ള സാധ്യത വിരളമാണ്. അതുതന്നെയാണ് ശ്രീ വി പരമേശ്വരൻ. സമാധാനകാംക്ഷികളാണെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാക്കുകൾ സംശയത്തോടു കൂടി അല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കില്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം പാകിസ്ഥാൻ ഈ രീതിയിലുള്ള സമാധാന നീക്കങ്ങളും ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു കൺക്ലൂഷനിലേക്ക് ഇന്നുവരെ എത്തിയിട്ടില്ല. കാരണം എനിക്കെന്നെ ഓർമ്മയുള്ള ഞാൻ ഡൽഹിയിൽ പത്രപ്രവർത്തനമായി ഇരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ ലാഹോർ ബസ് യാത്ര, അതിനുശേഷമാണ് കാർഗിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പിന്നെ ആഗ്ര സമ്മിറ്റ് ഉണ്ടായി, ഉച്ചകോടി ഉണ്ടായി ആഗ്രയിൽ വെച്ചിട്ട് മുഷറഫും വാജ്പേയിയും തമ്മിൽ. അങ്ങനെയുള്ള ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാശ്മീരിനകത്തുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 2003 ആകുമ്പോഴേക്കാണ് ഏറ്റവും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം 2013 ഉണ്ടായതെന്നാണ് എല്ലാവരും സമ്മതിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ കാശ്മീരിലെ സംഘർഷാവസ്ഥക്ക് ലഘൂകരണം ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാൻ ഒരു നയതന്ത്ര നീക്കത്തിന് തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യ അതിന് തയ്യാറാകണമെന്നില്ല. കാരണം ഇന്ത്യയുടെ അനുഭവമാണ് അത് പഠിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുകയും വീണ്ടും ഭീകരാക്രമണം തുടരുകയും ചെയ്യുകയാണ്. അതിന് പാകിസ്ഥാൻ വിദേശ നയത്തിൻ്റെ ഒരു എന്താ പറഞ്ഞിട്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായിട്ട് അവർ ഭീകരവാദത്തെയും കൊണ്ടു നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു പാകിസ്ഥാനുമായി ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യം ഇതുകൊണ്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇന്ത്യ അതിനെ ഒരുങ്ങി പുറപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഒപ്പം നമുക്കറിയാം കാണ്ഡഹാർ വിമാനറാഞ്ചലുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ എവിടെയാണ് പാകിസ്ഥാന് പിഴച്ചത്? ഒപ്പം തന്നെ അഭിനന്ദന്റെ മോചനത്തിനായി ഇന്ത്യയിൽ ഒരു മുറവിളി ഉയരുമെന്ന് അവർ തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി. പാകിസ്ഥാൻ എവിടെയാണ് ഇക്കാര്യത്തിൽ പിഴവ് സംഭവിച്ചത്? പാകിസ്ഥാന് പിന്നെ ഇതിനപ്പുറം ഒരു പോകാന്ന് പറഞ്ഞാൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാന്നുള്ളത്. ആ തുറന്ന യുദ്ധം വന്നാൽ പാകിസ്ഥാന്റെ സ്ഥിതി എന്താകും എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ആ രീതിയിലുള്ള ഒരു മൈറ്റും സ്വാധീനവും ഒക്കെ പാകിസ്ഥാന് സൈനികമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുമെന്നേരം. കാരണം അങ്ങനെ ഒരു ശ്രമം അവർ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. കാരണം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യ ഒരു പുതിയ സെക്യൂരിറ്റി നോമിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇതുവരെ അതിർത്തി കടന്നിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യ നടത്തിയില്ല. 1971 ശേഷം 71 നടത്തിയത്. ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് വിമോചനം അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നിയന്ത്രണ രേഖയിൽ മാത്രമാണ് ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ കയറി ഇന്ത്യ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതൊരു ന്യൂ നോർമലാണ്. ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ഇന്ത്യ. കാരണം ഇതിനെ ഒരു താരതമ്യമായിട്ട് പലരും പറയുന്നത് പിന്നെ ഒസാമ ബിൻ ലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ കയറി വെടിവെച്ച് കൊന്നതാണ്. പാകിസ്ഥാൻ പോലും അറിഞ്ഞിരുന്നില്ല. പിന്നെ അവരുടെ ന്യൂസിൽ കമാൻഡോവേഴ്സ് ബിൻ ലാദന്റെ അബട്ടാബാദിലുള്ള വസതിയിലേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുകയാണ്. കാരണം അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ബാലാക്കോട്ടിലെ സംഭവം എന്നാണ് ഇന്ത്യ തെളിയിച്ചിട്ടുള്ളത്. ഇന്ത്യ അതിനെ പറഞ്ഞത് ഇത് ഇന്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് നൺ മിലിറ്ററി ആക്ഷനാണ്, അതുപോലെ തന്നെ പ്രീ എംപ്റ്റീവ് ആക്ഷനാണ്. ഈ 3 പദപ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഇന്റലിജൻസ് ഞങ്ങൾക്ക് രഹസ്യാന്വേഷണ വിവരം കിട്ടി അവിടെ ഭീകരവാദികൾ ഇന്ത്യയെ വീണ്ടും ആക്രമിക്കാൻ ഒത്തുകൂടുകയാണെന്ന്. പക്ഷെ ഞങ്ങൾ പാകിസ്ഥാന്റെ ഒരു സൈനിക കേന്ദ്രത്തെ ഞങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇത് നൺ മിലിറ്ററി ആണ്. അതോടൊപ്പം തന്നെ ഇത് ആ ഇന്റലിജൻസിന്റെ ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുൻകരുതൽ നടപടി മാത്രമാണ്. ഇതാണ് ഇന്ത്യ വിശദമാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പാകിസ്ഥാന്റെ അതിർത്തി കടന്നിട്ടുള്ള ആക്രമണമാണ്. അതായത് അതിർത്തി കടന്നുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ രീതിയാണ്. അമേരിക്കയാണ് ഇതുവരെ ലോകത്ത് അത് ഏറ്റവും കൂടുതൽ സമർത്ഥമായി ചെയ്തിട്ടുള്ളത്. അതായത് അതിന് ആ രീതിയിലേക്ക് ഒരു വൻശക്തിയായിട്ട് ഇന്ത്യയും വരികയാണ് എന്ന സൂചനയാണോ? അല്ല ഇത് പാകിസ്ഥാന് ഇനി ഞങ്ങൾ ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടായാലൊക്കെ തന്നെ ഇന്ത്യ അതിർത്തിയൊന്നും നോക്കാതെ തന്നെ കയറി എവിടെയാണോ ഭീകരവാദികളുണ്ട് അവരെ നേരിടുമെന്നാണോ? ഇങ്ങനെ പല സംശയങ്ങളും ഇത് ഉയർത്തുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് അവരുടെ ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരും എന്തെങ്കിലും ഒരു റിട്ടാലിയേഷൻ, ഒരു തിരിച്ചടി നൽകിയെന്ന് കാണിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് വ്യോമാക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അഭിനന്ദ് പിടിക്കപ്പെട്ടത്. കാരണം അത് അവർക്കൊരു കച്ചിത്തുരുമ്പാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം, ഒരു മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിനെ ഒരു കൗണ്ടർ എന്നുള്ള രീതിയിലാണ് ഈ സംഭവം വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ വി പരമേശ്വരൻ തുടരുക. ഇപ്പോൾ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോയ ശേഷം താങ്കളിലേക്ക് മടങ്ങിയെത്താം. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ അഭിനന്ദൻ വർദ്ധമാൻ മാതൃരാജ്യത്തിൽ തിരികെ എത്തുന്നു. പാക് പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടപ്പോഴും തലകുനിക്കാത്ത അഭിനന്ദന്റെ രാജ്യസ്നേഹം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം പകരുന്നു. രാജ്യത്തിന് കാവലായി അഭിനന്ദൻ വർദ്ധമാൻ വീണ്ടും പോർവിമാനം പറത്തുന്ന കാഴ്ച കാണാനും രാജ്യം കാത്തിരിക്കുകയാണ്. അവൻ ധീരൻ, യഥാർത്ഥ സൈനികൻ, അവനെ കുറിച്ചോർത്ത് അഭിമാനം മാത്രം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ പിതാവ് സിംഹക്കുട്ടി വർത്തമാന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മുഴങ്ങുന്നു. തന്റെ പോർവിമാനം വീണത് പാകിസ്ഥാനിലാണെന്നറിഞ്ഞപ്പോഴും പതറിയില്ല. ജീവിതവും മരണവും തമ്മിൽ ഒരു വെടിയുണ്ടയുടെ അകലം. എന്നാൽ അഭിനന്ദന്റെ കണ്ണുകൾ ആദ്യം തേടിയത് രക്ഷയ്ക്കുള്ള വഴിയായിരുന്നില്ല. ദൗത്യം തെളിയിക്കുന്ന രേഖകൾ നശിപ്പിക്കുന്നതെങ്ങനെയെന്നായിരുന്നു അഭിനന്ദന്റെ ചിന്ത. ആർക്കും ലഭിക്കാതിരിക്കാൻ അയാൾ മാപ്പും മറ്റ് രേഖകളും വിഴുങ്ങി. ഒരു തെളിവും ബാക്കി വച്ചില്ല. അഭിനന്ദനെ പാക് പട്ടാളം ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം ആ ധീരന്റെ കരുത്ത്. ഞാനെന്തിന് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന്
പാക് മേജറോട് മുഖത്തു നോക്കി അഭിനന്ദൻ ചോദിച്ചു. ശത്രുവിന് മുന്നിൽ താൻ തളർന്നുപോയാൽ ഒരു രാജ്യത്തിന്റെ അഭിമാനം ചവിട്ടിമെതിക്കപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇനിയും പുൽവാമ ആവർത്തിക്കരുതെന്ന നിശ്ചയദാർഢ്യവുമായാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കാൻ വന്ന F-16 വിമാനങ്ങളെ അഭിനന്ദൻ തുരത്തിയോടിച്ചത്. അച്ഛന്റെ മാതൃക പിൻപറ്റി വ്യോമസേനയിൽ ചേർന്ന അഭിനന്ദൻ 2004 മുതൽ യുദ്ധവിമാനങ്ങൾ പറത്തി തുടങ്ങി. വ്യോമാഭ്യാസ പ്രകടനങ്ങളിൽ വിദഗ്ധനായ അഭിനന്ദൻ പ്രതിസന്ധിയിലും രാജ്യത്തിന്റെ പ്രതീക്ഷ കാത്തു. അസാമാന്യ ധീരതയോടെ രാജ്യത്തിനായി പോരടിച്ച അഭിനന്ദൻ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു. രാജ്യത്തിന് ആകാശകാവലൊരുക്കി നിങ്ങൾ വീണ്ടും പോർവിമാനം പറത്തുന്ന ആ മുഹൂർത്തത്തിനായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വി പരമേശ്വരൻ തുടരുകയാണ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ശ്രീ വി പരമേശ്വരൻ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, അതായത് നയതന്ത്ര തലത്തിലെ ഇന്ത്യയുടെ ശക്തമായൊരു മേൽക്കൈ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഭീകരവാദത്തെ തുരത്തുന്നതിന് ഈ ഒരു ഘടകം ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഇനി നമുക്ക് പിന്തുണ നൽകുക? ഇന്ത്യ ഇക്കാര്യത്തിൽ നയതന്ത്ര നീക്കങ്ങളും സൈനികമായ നീക്കം നടത്തുന്നതോടൊപ്പം തന്നെ നയതന്ത്ര നീക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ ഇന്ത്യക്കുള്ള ഒരു വാലിഡ് പോയിന്റ് എന്താ വെച്ചാൽ, ഇന്ത്യ ഒരു വലിയ ഭീകരാക്രമണത്തിന് ഇരയായി. സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ഈ കാശ്മീർ പ്രശ്നം ഉണ്ടായ 47 മുതൽ തുടങ്ങുന്ന പ്രശ്നമാണ്. ആ കാശ്മീരിനകത്ത് ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ശരിക്കും പുൽവാമ. 40 സൈനികരാണ് കൊല്ലപ്പെട്ടത്. കാശ്മീരിന് പുറത്ത് ആ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാശ്മീരിൽ ഇത്രയും ആളുകളെ ഒന്നിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ആദ്യമായിട്ടാണ് ദൃശ്യമാകുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു ഭീകരാക്രമണം അതും ഈ കാലത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രതികരിക്കേണ്ടതല്ലേ? കാരണം ആ ഒരു പ്രതികരണം ഇന്ത്യ സമർത്ഥമായിട്ട് ചെയ്തത്, ഞങ്ങൾ ഭീകരാക്രമണം നടത്തിയ ആളുകളെ മാത്രമേ ഉന്നം വെച്ചിട്ടുള്ളൂ, ഞങ്ങൾ സിവിലിയൻസിനെ കൈവച്ചിട്ടില്ല, പാകിസ്ഥാൻ്റെ ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷനെ കൈവച്ചിട്ടില്ല, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു മിലിറ്ററി ടാർഗറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ ആക്രമിച്ച ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ട്രെയിനിങ് ക്യാമ്പ്, പരിശീലന ക്യാമ്പ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു. അത് ഇത് സ്വാഭാവികമായിട്ടും ലോകത്തെമ്പാടും ഭീകരാക്രമണ ഭീഷണി നേരിട്ട് എല്ലാ രാജ്യങ്ങളെയും കൺവിൻസ് ചെയ്യുന്നതാണ്. അത് ചൈനക്കായാലും പ്രശ്നമുണ്ട്. പല പ്രവിശ്യകളിലും ചൈന ഭീകരവാദത്തെ നേരിടുന്നു. ഫ്രാൻസിൽ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടന്നതാണ്. അങ്ങനെ അതുപോലെ തന്നെ ജർമ്മനിയിൽ നടന്നതാണ്. അതായത് ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ചെറുതോ വലുതുമായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ ഇരകളാണ്. അതുപോലെ തന്നെ വലിയ ഭീകര സംഘടനകൾ നിലവിൽ ലോകത്തുണ്ട്. അൽ ഖായ്ദയുണ്ട്, താലിബാനുണ്ട്, അതുപോലെ തന്നെ IS ഉണ്ട്, അബു സയഫ് ഉണ്ട്. കാരണം അതുപോലെയുള്ള ഒരു ഭീകര സംഘടനയായിട്ട് ജെയ്ഷെ മുഹമ്മദിനെ ചിത്രീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദീർഘകാലമായിട്ട് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് മസൂദ് അസർ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ചീഫിനെ അന്താരാഷ്ട്ര ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കണം എന്ന് നാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രങ്ങൾ, ചൈന ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ അതിനെ എതിർക്കുകയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ എത്രയോ കാലമായിട്ട് ഇന്ത്യ വളർത്തിക്കൊണ്ടുവന്ന ഒരു നയതന്ത്ര നീക്കമുണ്ട്. അത് ഈ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള, പ്രത്യേകിച്ചും പർട്ടിക്കുലർലി ഈ ജെയ്ഷെ മുഹമ്മദിനെതിരായിട്ടുള്ള നീക്കമാണ്. കാരണം സ്വാഭാവികമായിട്ടും അത് ലോകത്തെ കൺവിൻസ് ചെയ്തു. അതുകൊണ്ടാണ് അതിർത്തി കടന്നിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യ നടത്തിയപ്പോഴും അതിനെതിരെ വലിയൊരു പ്രതികരണം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. കാരണം ചൈന അടക്കം ആ നീക്കത്തെ വിമർശിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇത് ഒരു ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ മടങ്ങിയെത്തും. ജനീവ ഉടമ്പടി പ്രകാരം ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ വിംഗ് കമാൻഡറെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വാഗ അതിർത്തിയിൽ വളരെ ആഘോഷങ്ങളാണ്, ആരവങ്ങളാണ്. എപ്പോഴായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ എത്തുക? കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
രേഷ്മ, ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന്റെ വരുന്ന സമയത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു 5 മണിയോടുകൂടി അഭിനന്ദൻ വർത്തമാൻ എത്തിച്ചേരും എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അദ്ദേഹം ലാഹോറിൽ എത്തിയിട്ടില്ല. ലാഹോറിൽ എത്തിയാലാണ് ഈ ഇന്ത്യക്ക് കൈമാറുന്ന നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ റെഡ് ക്രോസിന് അദ്ദേഹത്തെ കൈമാറുക. റെഡ് ക്രോസിന് അദ്ദേഹത്തെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള സമയക്രമവും പിന്നെ അതൊക്കെ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. ഇന്ത്യക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കൃത്യമായി ലഭിക്കും. പിന്നെയുള്ള നീക്കങ്ങളും ഇന്ത്യക്ക് നടത്താൻ കഴിയും. ഇപ്പോൾ പാകിസ്ഥാനിലെ ഈ ഇന്ത്യയിൽ നിന്നുള്ള സൈനിക അറ്റാഷയും ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ലാഹോറിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ റെഡ് ക്രോസ് സംഘത്തോടൊപ്പം റെഡ് ക്രോസ് പിന്നെ ഔദ്യോഗികമായി വാഗ അതിർത്തിയിൽ വച്ചാണ് അഭിനന്ദൻ വർത്തമാനെ കൈമാറുക. നിലവിൽ അതിന് തൊട്ട് മുമ്പ് റെഡ് ക്രോസ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധനകൾ നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കും. കൂടാതെ ശാരീരികമായോ മാനസികമായോ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നറിയാനും റെഡ് ക്രോസ് ശ്രമിക്കും. കാരണം ജനീവ കൺവെൻഷൻ പ്രകാരം റെഡ് ക്രോസിന് സ്വാഭാവിക നിരീക്ഷക പദവി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടന എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതിനുശേഷമാണ് വാഗ അതിർത്തിയിൽ വെച്ച് കൈമാറുന്നത്. വാഗ അതിർത്തിയിൽ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ നിരവധി പേർ വാഗ അതിർത്തിയിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് BSF അടിയന്തരമായി അവരെല്ലാ ദിവസവും നടത്തുന്ന ബീറ്റിംഗ് റിട്രീറ്റ് മാറ്റിവെച്ചിരിക്കുന്നത്. BSF അത് 1 മണിക്കൂർ മുമ്പ് എടുത്തൊരു തീരുമാനമായിരുന്നു. ഈ വർത്തമാൻ ഒരു 3 മണിയോടുകൂടി എത്തുകയാണെങ്കിൽ പിന്നെ അതിനുശേഷം സ്വാഭാവികമായി അവിടെയുള്ള ആളുകൾ ഒഴിയും. പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ബീറ്റിംഗ് റിട്രീറ്റ് നടത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വരുന്നൊരു സമയം നീണ്ടുപോകുന്നു. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിത്തുടങ്ങുന്നു. അദ്ദേഹം വരുന്നൊരു സാഹചര്യത്തിൽ കൂടി പരിഗണിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ ദിവസവും നടത്തി വരുന്ന ബീറ്റിംഗ് റിട്രീറ്റ് അവസാന നിമിഷം BSFന് മാറ്റിവെക്കേണ്ടി വന്നു. ഇവിടെ കൂടുതൽ സുരക്ഷ അവിടെ കർശനമാക്കിയിരിക്കുന്നു. സന്ദർശകരെ ഒന്നും ഇപ്പോൾ അനുവദിക്കുന്നില്ല. ബാരിക്കേഡുകൾ പഞ്ചാബ് പോലീസ് ഉയർത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് പോലും പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ അതിതീവ്ര ദേശീയത എന്ന് പറയാവുന്ന രീതിയിൽ വലിയ ബഹളങ്ങളും മുദ്രാവാക്യങ്ങളും മുഴങ്ങുന്നുണ്ട്. അത് പക്ഷേ പല മാധ്യമ പ്രവർത്തകരും അതവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും പറയുന്നത് ഇത് പക്ഷെ ഒരിക്കൽ പോലും അഭിനന്ദൻ വർത്തമാന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ്. അദ്ദേഹം 3 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ശാരീരികമായി പാകിസ്ഥാൻ ഉപദ്രവിച്ചിരിക്കാം എന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് 99-ലാണ് നജികേദിനെ കിട്ടുന്നത്. പിന്നീട് അദ്ദേഹം എയർഫോഴ്സിലേക്ക് തിരിച്ചെത്താൻ കാലങ്ങളെടുത്തു. 2013-ലാണ് പിന്നീട് അദ്ദേഹം പ്രവർത്തന നിരതനാവുന്നത്. അത്രയേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ 8 ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നജികേദ് അന്ന് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ 3 ദിവസം മാത്രമേ ഈ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാൻ പിടിയിലായിട്ടുള്ളൂ എങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാനിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം ഡൽഹിയിലേക്ക് കൊണ്ടുവരാനാണ് അധികൃതരുടെ തീരുമാനം. ഡൽഹിയിൽ ആർമി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ പരിശോധനകൾ നടത്തും. അവിടെ അദ്ദേഹം വിശ്രമിക്കും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. നിലവിൽ എന്തായാലും ഇനി മണിക്കൂറുകൾക്കുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറിൽ തന്നെ അദ്ദേഹം എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഭാരതത്തിന്റെ ധീരപോരാളിയെ വരവേൽക്കാൻ വാഗ അതിർത്തി കാത്തിരിക്കുകയാണ്. വലിയ സ്വീകരണമായിരിക്കും അഭിനന്ദനെ കാത്ത വാഗ അതിർത്തിയിൽ ഉണ്ടാവുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് രാജ്യം കാത്തിരിക്കുന്നത്. സന്തോഷിലേക്കും അതിഥിയിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. കല്ലോട്ട് നിരവധി വീടുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തത്. ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അത്രയും അക്രമികൾ കവർന്നുകൊണ്ടുപോയി. സ്വർണവും പണവും അപഹരിച്ചു. ഭീതിയുടെ നിഴലിലാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ അഭിനന്ദൻ വർദ്ധമാൻ മാതൃരാജ്യത്തിൽ തിരികെ എത്തുന്നു. പാക് പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടപ്പോഴും തലകുനിക്കാത്ത അഭിനന്ദന്റെ രാജ്യസ്നേഹം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം പകരുന്നു. രാജ്യത്തിന് കാവലായി അഭിനന്ദൻ വർദ്ധമാൻ വീണ്ടും പോർവിമാനം പറത്തുന്ന കാഴ്ച കാണാനും രാജ്യം കാത്തിരിക്കുകയാണ്.
അവൻ ധീരൻ, യഥാർത്ഥ സൈനികൻ, അവനെക്കുറിച്ചോർത്ത് അഭിമാനം മാത്രം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ പിതാവ് സിംഹക്കുട്ടി വർത്തമാന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മുഴങ്ങുന്നു. തന്റെ പോർവിമാനം വീണത് പാകിസ്ഥാനിലാണെന്നറിഞ്ഞപ്പോഴും പതറിയില്ല. ജീവിതവും മരണവും തമ്മിൽ ഒരു വെടിയുണ്ടയുടെ അകലം. എന്നാൽ അഭിനന്ദന്റെ കണ്ണുകൾ ആദ്യം തേടിയത് രക്ഷയ്ക്കുള്ള വഴിയായിരുന്നില്ല. ദൗത്യം തെളിയിക്കുന്ന രേഖകൾ നശിപ്പിക്കുന്നതെങ്ങനെയെന്നായിരുന്നു അഭിനന്ദന്റെ ചിന്ത. ആർക്കും ലഭിക്കാതിരിക്കാൻ അയാൾ മാപ്പും മറ്റു രേഖകളും വിഴുങ്ങി. ഒരു തെളിവും ബാക്കി വെച്ചില്ല. അഭിനന്ദനെ പാക് പട്ടാളം ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം ആ ധീരന്റെ കരുത്ത്. ഞാനെന്തിന് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന് പാക് മേജറോട് മുഖത്തു നോക്കി അഭിനന്ദൻ ചോദിച്ചു. ശത്രുവിന് മുന്നിൽ താൻ തളർന്നു പോയാൽ ഒരു രാജ്യത്തിന്റെ അഭിമാനം ചവിട്ടിമെതിക്കപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇനിയും പുൽവാമ ആവർത്തിക്കരുതെന്ന നിശ്ചയദാർഢ്യവുമായാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കാൻ വന്ന F-16 വിമാനങ്ങളെ അഭിനന്ദൻ തുരത്തിയോടിച്ചത്. അച്ഛന്റെ മാതൃക പിൻപറ്റി വ്യോമസേനയിൽ ചേർന്ന അഭിനന്ദൻ 2004 മുതൽ യുദ്ധവിമാനങ്ങൾ പറത്തി തുടങ്ങി. വ്യോമാഭ്യാസ പ്രകടനങ്ങളിൽ വിദഗ്ധനായ അഭിനന്ദൻ പ്രതിസന്ധിയിലും രാജ്യത്തിന്റെ പ്രതീക്ഷ കാത്തു. അസാമാന്യ ധീരതയോടെ രാജ്യത്തിനായി പോരടിച്ച അഭിനന്ദൻ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു. രാജ്യത്തിന് ആകാശകാവലൊരുക്കി നിങ്ങൾ വീണ്ടും പോർവിമാനം പറത്തുന്ന ആ മുഹൂർത്തത്തിനായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ മടങ്ങിയെത്തും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴായിരിക്കും അദ്ദേഹം മടങ്ങിയെത്തുക? ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി മറ്റൊരു വിവരം ലഭിക്കുന്നത് ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ പേര് പരാമർശിച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിന്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്ന തിരക്കിലാണ്. ആ റാലിയിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ രാജ്യമെങ്ങും ബഹുമാനത്തോടെ കാണുന്ന അല്ലെങ്കിൽ അഭിമാനത്തോടെ കാണുന്ന അഭിനന്ദ് വർത്തമാനും തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി ഇത് ആദ്യമായിട്ടാണ് കാണായ പാക് പിടിയിലായ അഭിനന്ദ് വർത്തമാന്റെ പേര് പരാമർശിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഈ സംഭവം പിടിയിലായത് മുതൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു വാക്ക് പോലും പ്രധാനമന്ത്രി ഉച്ചരിച്ചിട്ടില്ല. അഭിനന്ദ് വർത്തമാനെ സംബന്ധിച്ച് ഒരു ട്വീറ്റ് പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ട്വീറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയാണ് ഈ സംഭവത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്താത്തത്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ പ്രധാനമന്ത്രി 2 തവണ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം പിന്നീട് സംയുക്ത പാർലമെന്റ് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷെ ഇപ്രാവശ്യം ആദ്യമായി അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും അഭിനന്ദ് വർത്തമാൻ വാഗ അതിർത്തി വഴി വരാം എന്ന് രാജ്യം കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യം നോക്കിയിരിക്കുമ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ആദ്യമായി പ്രധാനമന്ത്രി അഭിനന്ദ് വർത്തമാന്റെ പേര് പറയുന്നു. എന്തായാലും അഭിനന്ദ് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിച്ചേരും എന്നാണ് ലഭിക്കുന്ന വിവരം. ലാഹോറിൽ അദ്ദേഹം എത്തി എന്നൊരു വിവരമുണ്ട്. അത് ഔദ്യോഗികമായിട്ടല്ല ലഭിക്കുന്നത്. ലാഹോറിൽ അദ്ദേഹം എത്തിയിരിക്കുന്നുവെങ്കിൽ പിന്നീട് അവിടുന്ന് റെഡ് ക്രോസ് വഴി ഏകദേശം 1 മണിക്കൂറിന്റെ യാത്രയെ വരികയുള്ളൂ. കാരണം ലാഹോർ നമ്മുടെ പഞ്ചാബ് വാഗ അതിർത്തിയും ഏറ്റവും അടുത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ്. 24 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ അതിനുള്ളിൽ മാത്രമേ ഉള്ളൂ ആ ദൂരം, റോഡ് മാർഗമുള്ള ദൂരം. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ വാഗ അതിർത്തിയിൽ എത്താം. വാഗ അതിർത്തിയിലാകട്ടെ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. സ്ഥിരമായി ചെയ്യുന്ന ബീറ്റിംഗ് റിട്രീറ്റ് പോലും ഒഴിവാക്കിയിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം എത്തിയാൽ ഉടൻ പൊതുവായി മറ്റുള്ളവരെ കാണാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനങ്ങൾക്കൊന്നും അദ്ദേഹം നിന്നു കൊടുക്കുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിമാനമാർഗം കൊണ്ടുവരും. ശത്രുവിന്റെ പിടിയിൽ നിന്നും പോറലേൽക്കാതെ തിരികെ എത്തുന്ന ധൈര്യത്തിന്റെ പേരാണ് ഇന്ന് നമുക്ക് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ എന്നുള്ളത്. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഒരു രീതിയിലും രാഷ്ട്രീയം കലർത്തുകയല്ല എങ്കിൽ പോലും ഈ ഒരു പേര് പറയാൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും സമയം വേണ്ടി വന്നു. ഏകദേശം 3 ദിവസമായി അദ്ദേഹം നിരവധി പരിപാടികളിൽ പൊതുയോഗങ്ങളിലൊക്കെ ഈ സംഭവത്തിന് ശേഷവും സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്നാണ് അദ്ദേഹം ഈ പേരൊന്ന് പറയുന്നത്. തീർച്ചയായും. കാരണം രാഷ്ട്രീയമായി പോലും
BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല BJP നേതാക്കളുടെയും വാക്കുകളും പ്രസ്താവനകളും കണ്ടതാണ്. എന്തിന് ഇന്നലെ പോലും BJP ബൂത്ത് തല മെഗാ വീഡിയോ കോൺഫറൻസിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചെയ്തിരുന്നത്. നയതന്ത്ര ചർച്ചകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യം ഏറെ സജീവമായി രാജ്യം ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അഭിനന്ദ് വർത്തമാന്റെ ആരോഗ്യത്തെ ഓർത്ത് രാജ്യം ആശങ്കപ്പെടുന്ന ഒരു സമയത്താണ് BJPയുടെ ബൂത്ത് ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ആശങ്കപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. അപ്പൊ രാജ്യത്ത് അത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ രാജ്യം വീക്ഷിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ പല ഭാഗത്തും ഉയരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ അത്തരം രാഷ്ട്രീയ ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്. എന്തായാലും അഭിനന്ദ് വർത്തമാൻ എത്രയും വേഗം മടങ്ങി വരിക എന്ന് തന്നെയാണ് രാജ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പിന്നീടുള്ള ചർച്ചകൾ അതിനുശേഷം മറ്റൊന്ന് ഇലക്ഷൻ കൂടി, തെരഞ്ഞെടുപ്പ് കൂടി എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കാം ഇപ്പോൾ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കാതെ പകരം സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ രാജ്യം ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തും. സന്തോഷ്, ദയവായി തുടരുക. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ KP ഫാബിയൻ കൂടി ചേരുകയാണ്. ശ്രീ ഫാബിയൻ, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ മടങ്ങിയെത്തുമെന്നുള്ള നല്ല വാർത്തയാണ് നമുക്ക് ഈ സമയങ്ങളിലൊക്കെ ലഭിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഈ നടപടി ഏതെങ്കിലും രീതിയിലുള്ള ശുഭസൂചനയായി നമുക്ക് കാണണോ, അതോ സമ്മർദ്ദം താങ്ങാനാവാതെ പാകിസ്ഥാൻ ചെയ്തു പോയ നടപടിയായി ആണോ നമ്മൾ കാണേണ്ടത്? പാകിസ്ഥാന്റെ മേലിൽ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ, സൗദി അറേബ്യയുടെ, UAE-യുടെ, ചൈനയുടെയും പിന്നെ ഇന്ത്യയുടെയും. കാരണം ഇന്ത്യ പറഞ്ഞു ഇത് ഒരു ബാർഗനിങ് ടിപ്പായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലാണ്. എന്നാൽ തന്നെയും സമ്മർദ്ദങ്ങൾ കൊണ്ട് മാത്രമാണ് ഇമ്രാൻഖാൻ ഈ തീരുമാനമെടുത്തതെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം ഈ തീരുമാനം പാകിസ്ഥാന്റെ താല്പര്യങ്ങൾക്കും നല്ലതാണ്. നമ്മുടെ വിംഗ് കമാൻഡർ അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ പാകിസ്ഥാൻ എന്താണ് കിട്ടുക? ഇന്ത്യയുടെ ദേഷ്യവും മറ്റു രാജ്യങ്ങളുടെ ഡിസ്പ്ലഷറും. അല്ലാതെ പാകിസ്ഥാന് വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. തന്നെയുമല്ല, ഇങ്ങനെയുള്ള ഒരു തടവുകാരനെ കിട്ടിയപ്പോൾ അത് ജനീവ കൺവെൻഷൻ ഉണ്ട്, പിന്നെ അല്ലാതെ ഇന്റർനാഷണൽ ലോ ഉണ്ട്. അതനുസരിച്ച് വിട്ടുകൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇമ്രാൻഖാൻ ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അത് നമ്മൾ അംഗീകരിക്കണം, അത് നമ്മൾ സ്വാഗതം ചെയ്യണം. അത് സമ്മർദ്ദം കൊണ്ട് മാത്രമാണ്, പാകിസ്ഥാൻ പേടിച്ചിട്ട് ചെയ്തതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് ശരിയായിരിക്കില്ല. ഒപ്പം തന്നെ ഭീകരവാദത്തിന്റെ വലിയ ഇരകളാണ് തങ്ങൾ എന്ന് പറയുമ്പോഴും ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ഈ നിമിഷം വരെ ഒരൊറ്റ കാര്യം പോലും പാകിസ്ഥാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ നിമിഷത്തിൽ ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും അതും. ഹലോ, തുടരാം. അത് ശരിയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതുവരെയും ടെററിസം ഒരു ഫോറിൻ പോളിസി ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട്. അതിൽ റാഡിക്കലായിട്ട് മാറ്റം വരുത്താനുള്ള കഴിവ് നമുക്കുണ്ടോ ഇല്ലെന്ന് നമ്മൾ ആലോചിക്കണം. ഇതുവരെയും ആ കഴിവ് നമുക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെയും ഒരു സമ്മർദ്ദങ്ങൾ വരുമ്പോൾ പാകിസ്ഥാൻ താൽക്കാലികമായിട്ടാണെങ്കിലും ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ടെററിസം ഇന്ത്യയിലേക്ക് വരാനായിട്ട് സമ്മതിക്കില്ല എന്ന് നേരത്തെയും പ്രസ്താവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രസ്താവനകൾ നമ്മൾ എപ്പോഴും സ്വീകരിക്കണം. അതുകൊണ്ട് പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റില് കാതലായ മാറ്റം വന്നെന്ന് നമ്മൾ വിചാരിക്കുന്നത് അത്ര ശരിയായിരിക്കില്ല. ഇപ്പോൾ തന്നെയും ജെയ്ഷെ മുഹമ്മദിനെതിരായിട്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള ചില നടപടികൾ അവരെടുത്തേക്കും. ആ നടപടികളെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യണം. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അതിൽ കൺഫ്യൂഷൻ പാടില്ല. ശ്രീ KP ഭാവിയാൻ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലെ ഇന്ത്യയുടെ ഒരു വ്യക്തമായ മേൽക്കൈ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഒരുപക്ഷെ ഭീകരവാദത്തെ തുടച്ചു മാറ്റുന്നതിന് ഈ ഒരു നിലപാടുകൾ, ഈ ഒരു മേൽക്കൈയൊക്കെ ഇനി ഏത് രീതിയിലായിരിക്കും നമ്മുടെ രാജ്യത്തെ സഹായിക്കുക? നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഇൻട്രോസ്പെക്ഷനാണ്. എന്താണ് സംഭവിക്കുന്നത്? കാശ്മീരിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ചില കാര്യങ്ങളെല്ലാം തെറ്റായിട്ട് ചെയ്തു. നമ്മൾ ഞാൻ പറയുമ്പോൾ നമ്മുടെ സർക്കാരും നമ്മുടെ സിവിൽ സൊസൈറ്റി. കാരണം ആ യുവാവിന് 19 വയസ്സുള്ള ആ യുവാവിനെ
പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിനെ സ്വാധീനിക്കാനും ബ്രെയിൻ വാഷ് ചെയ്യാനും സാധിച്ചു. അതേസമയത്ത് നമുക്ക്, നമ്മുടെ സർക്കാരിനും നമ്മുടെ സിവിൽ സൊസൈറ്റിക്കും ആ യുവാവിനെ സമീപിക്കാൻ സാധിച്ചില്ല, റാപ്പോർ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു ഡിസഫക്റ്റഡ് പോപ്പുലേഷൻ കാശ്മീരിലുണ്ട്. വി ഹാവ് ടു റീച്ച് ഔട്ട് ടു ദം ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പാകിസ്ഥാൻ നമ്മുടെ ആ ബുദ്ധിമുട്ടുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് പാകിസ്ഥാനല്ല ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, OICയുടെ സമ്മേളനം ഇന്ന് അബുദാബിയിൽ ആരംഭിച്ചു. ഒരുപക്ഷെ കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ എതിർക്കുന്ന നിലപാടാണ് അവിടെയുള്ള രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആ വിഷയത്തെ ഒരു എതിർക്കുന്ന സമീപനമാണ്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇന്ത്യയെ ശക്തമായി പിന്തുണയ്ക്കാൻ അവർ തയ്യാറായി. പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി കൂടി ഈ അവസരത്തിലുണ്ടായി. ഇത് ഇന്ത്യക്ക് എത്രത്തോളം ഇനിയുള്ള മുന്നോട്ടുള്ള നടപടികളിൽ എത്രത്തോളം പ്രയോജനം ചെയ്യുന്നതാണ്? കാര്യത്തിൽ നമ്മള് കാശ്മീർ പ്രശ്നവും ടെററിസം പ്രശ്നവുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ടെററിസത്തിന്റെ കാര്യത്തിൽ നമുക്ക് OICയിൽ നിന്ന് പിന്തുണ കിട്ടുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷെ കാശ്മീർ പ്രശ്നത്തിൽ നമുക്ക് പിന്തുണ കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. ശരി, വ്യക്തമാണ് ശ്രീ KP ഫാബിയാൻ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടൽ തുടരുമെന്ന് അമേരിക്ക. സാഹചര്യങ്ങൾ വഷളാകുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങൾക്കിടയിലും ചർച്ചയ്ക്ക് വഴി ഒരുക്കുമെന്ന് അമേരിക്ക പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ പാക് പ്രശ്നത്തിന് മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ റഷ്യയും താൽപര്യം പ്രകടിപ്പിച്ചു. ഇതിനിടെ മൌലാന മസൂദ് അസ്കർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടിരുന്നുവെന്നും സംഘർഷങ്ങൾ ഒഴിവാക്കാനായി തുടർന്നും ഇടപെടൽ ഉണ്ടാകുമെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ഇരു രാജ്യങ്ങളുമായി സമ്പർക്കം തുടരുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ ആരംഭിക്കാൻ, സംഘർഷങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന് കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നും മൈക്ക് പോംപിയോ പറഞ്ഞു. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറും. അമേരിക്കയെ കൂടാതെ റഷ്യയും ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചകൾ വഹിക്കാനുള്ള താൽപര്യം പ്രകടമാക്കി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. ഇതിനിടെ മൌലാന മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി സ്ഥിരീകരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ ഇന്ത്യ കൈമാറിയിട്ടും മസൂദിനെതിരെ ശക്തമായ തെളിവില്ലെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. അഭിനന്ദൻ വർത്തമാന്റെ മോചന തീരുമാനത്തിന് ശേഷവും പാകിസ്ഥാൻ പലയിടങ്ങളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കുപ്വാരയിൽ ഏറ്റുമുട്ടലിനിടെ സൈന്യം 2 ഭീകരരെ വധിച്ചു. ഉറിയിലും ഏറ്റുമുട്ടലുണ്ടായി. ഇതിനിടെ പഞ്ചാബിൽ പാക്ചാരൻ എന്ന് സംശയിക്കുന്ന ഒരാളെ BSF പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ സിമ്മും പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. കല്യോട്ട് നിരവധി വീടുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തത്. ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അത്രയും അക്രമികൾ കവർന്നുകൊണ്ടുപോയി. സ്വർണവും പണവും അപഹരിച്ചു. ഭീതിയുടെ നിഴലിലാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും. ശ്രീ VV പരമേശ്വരനിലേക്ക് തന്നെ ഈ നിമിഷത്തിൽ പോകുന്നു. ശ്രീ VV പരമേശ്വരൻ, അതായത് ഭീകരവാദത്തിന്റെ വലിയ ഇരകളാണ് തങ്ങൾ എന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവർത്തിക്കുമ്പോഴും ഭീകരവാദത്തെ തുരത്താനുള്ള ഏതെങ്കിലും ഒരു നടപടി നിമിഷം വരെ അവർ എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കശ്മീരിലും പാക് അധിനിവേശ കശ്മീരിലും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു, അവർക്ക് വേണ്ട താവളമൊരുക്കുന്നു. ഇതിനുള്ള കൃത്യമായ തെളിവുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. എന്നിട്ട് പോലും ഒരു സമാധാനകാംക്ഷികളായി അവർ ആണെന്ന് അവർ കരുതുന്നു. അവർ അങ്ങനെ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ നമുക്ക് ഏത് രീതിയിലാണ് കാണേണ്ടത്? പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ഇരയാണെന്നുള്ളത് ഒരു വശമാണ്. കാരണം പേഷവാറിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിഭീകരമായ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ, പാകിസ്ഥാനിൽ തന്നെ ഒരു 10-40 ഭീകരവാദ സംഘടനകളുണ്ട്. ആ ഭീകരവാദ സംഘടനകൾ ഭൂരിപക്ഷവും ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ
പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതാണ്. അത് വിദേശങ്ങളിലാണ് അവരുടെ ഉന്നം. പക്ഷേ ഒരു ഡസനോളം ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാൻ അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പല ഭീകരവാദ സ്ഫോടനങ്ങൾ നമുക്കറിയാം, പാകിസ്ഥാനിൽ പലപ്പോഴും സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഭീകര ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. മുഷറഫിന്റെ കാലത്ത് ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു. 2003 ആ സമയത്തൊക്കെ തന്നെ ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്ന രീതിയിലുള്ള ചില നടപടികളുമായി മുഷറഫ് മുന്നോട്ട് പോയെങ്കിലും അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഭീകരവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ ഉള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ള വിമർശനം തീർത്തും ശരിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ തീർത്തും ഭീകരാക്രമണത്തിന് ഭീഷണി ഇല്ലാത്ത രാജ്യമാണെന്ന് പറയുന്നത് അബദ്ധമായിരിക്കും. കാരണം ഇന്നലെ നാഷണൽ അസംബ്ലിയിൽ ഇമ്രാൻഖാൻ നടത്തിയ പ്രസംഗം വായിച്ചു നോക്കിയാൽ അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 70,000-ഓളം ആളുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. കാരണം ഇതിന്റെ ബേസിക് പ്രശ്നം പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ടൂളായിട്ട് അവർ ഭീകരവാദത്തെ ഉപയോഗിക്കുന്നതാണ്. കാരണം ഇന്ത്യയെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം സൈനികമായിട്ട് സാമ്പത്തികമായിട്ട് ഒക്കെ തന്നെ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളത് പാകിസ്ഥാന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിലവിൽ. നാളെ അവർ ആ രീതിയിലേക്ക് വളരുമോ എന്ന് നമുക്കറിയില്ല. അതായത് സ്വാഭാവികമായിട്ടും നേരിട്ട് അങ്ങനത്തെ ഒരു ഏറ്റുമുട്ടലിൽ വിജയം നേടാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഈ രീതിയിലുള്ള ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങളെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് ഇന്ത്യ ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം മുമ്പേ മുതൽ നമ്മൾക്ക് കേൾക്കുന്ന ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നു. ആ നടന്ന ആക്രമണങ്ങളൊക്കെ തന്നെ ഒരുപാട് ആളുടെ ജീവനെടുക്കുകയും ചെയ്തു. കാരണം സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അത് മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും പറയുന്ന ആവശ്യം, ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള സംഘടനകളെ നിയന്ത്രിക്കാൻ, അവരുടെ സ്വൈര്യവിഹാരമെങ്കിലും നിർത്താൻ. വെച്ചാൽ പാകിസ്ഥാനിൽ അവർക്കെതിരെ നടപടി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല, രഹസ്യ സ്വഭാവത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷേ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല. ജെയ്ഷെ മുഹമ്മദൊക്കെ തന്നെ വളരെ പരസ്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. മസൂദ് അസർ പല പ്രദേശങ്ങളിലും പോയിട്ട് പ്രസംഗങ്ങൾ നടത്തും. ആ പ്രസംഗങ്ങളുടെ ടാപ്പുകളും വീഡിയോകളും ഒക്കെ തന്നെ ഇന്ത്യയിലടക്കം പ്രചരിപ്പിക്കപ്പെടുന്നു. അതിന് ആ രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ക്രെഡിബിൾ എവിഡൻസുമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇന്ന സംഘടന ആണ് അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇറാനിലും സംഭവം ഉണ്ടായി. ഇറാനിലും ഒരു സ്ഫോടനം ഉണ്ടായി, 27 ആൾ മരിച്ചു. അതും പാകിസ്ഥാനാണ് അതിന്റെ പിന്നിൽ നിന്നാണ് അവർ ആരോപിച്ചിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്കിലും നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാന വിഷയം. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇത് നിലവിലുള്ള യാഥാർത്ഥ്യം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന് പാകിസ്ഥാൻ ഇന്ന് സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അല്ല, അത് അവർ സ്ഥിരീകരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ 2-3 ക്യാമ്പ് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു ക്യാമ്പാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്നും ഒരു സമ്മതം ഉണ്ടായിരിക്കുന്നല്ലോ. സ്വാഭാവികമായിട്ടും. കാരണം അത് യാഥാർത്ഥ്യമാണ്. അത് ഇങ്ങനൊരു അവസരത്തിൽ അവർ സമ്മതിച്ചാവാനേ സാധ്യതയുള്ളൂ. കാരണം സമ്മതിക്കാതിരിക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ചില്ല. കാരണം മസൂദ് അസർ സ്റ്റിൽ അലൈവ് ഇൻ പാകിസ്ഥാൻ. കാരണം ആ മസൂദ് അസർ നമ്മളാണ് കൊണ്ട് കൊടുത്തത് എന്നുള്ളത് വേറൊരു വിഷയം. അഫ്ഗാനിസ്ഥാനിൽ കണ്ടഹാറിൽ പോയി ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന് കൈമാറുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും അയാൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പാകിസ്ഥാനിൽ ഇപ്പോഴും സജീവമാണ്. അപ്പം ഈ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങളുടെ നിലപാട് എന്നും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടൽ തുടരുമെന്ന അമേരിക്ക നിലപാട് ഇന്നും വ്യക്തമാക്കിയിരുന്നു. സാഹചര്യങ്ങൾ വഷളാകുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങൾക്കിടയിലും ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും അമേരിക്ക പറഞ്ഞു. ഈ ലോകരാജ്യങ്ങളുടെയൊക്കെ നിലപാടുകൾ ഈ രണ്ടു രാജ്യങ്ങളുടെയും, ഇന്ത്യയെയും പാകിസ്ഥാന്റെയും നിലപാടുകളിലെയും തുടർ നടപടികളെയും ഒക്കെ ഏത് രീതിയിലായിരിക്കും ഇനി സ്വാധീനിക്കുക? നേരത്തെ ഫാബിയൻ സാറ് പറഞ്ഞ പോലെ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഒന്ന്, കാശ്മീർ വിഷയം വേറെ തന്നെ കാണുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭീകരാക്രമണങ്ങളെ വേറെ തന്നെ കാണുന്നു. പല രാജ്യങ്ങളും കാശ്മീർ വിഷയത്തിൽ നമുക്കെതിരാണ്, പല രാജ്യങ്ങളും ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും എതിരാണ്. ഈ സമീപനമാണ് ലോകരാജ്യങ്ങൾ ഭൂരിപക്ഷവും സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ സാർവദേശീയ മാധ്യമങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്
അമേരിക്കയുടെ വലിയ ഇൻഫ്ലുവൻസ് ഈ ഡി എസ്കലേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇന്ത്യ പുൽവാമ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ട്രംപ് നടത്തിയ പ്രസ്താവന ഇന്ത്യക്ക് സെൽഫ് ഡിഫെൻസിനുള്ള അധികാരമുണ്ട്, സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ആ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന് മാച്ച് ചെയ്യുന്ന നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ജെയ്ഷെ മുഹമ്മദ് ഞങ്ങൾ ആക്രമിച്ചു, അതുകൊണ്ട് അവരുടെ ക്യാമ്പ് ഞങ്ങൾ തകർത്തു. അത് സ്വയം പ്രതിരോധമാണ്. നമുക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ ശക്തികളെ നമ്മൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട്, ഒരു ഇന്റലിജൻസ് വിവരത്തിന്റെ ഭാഗമായിട്ട്, മുൻകരുതൽ നടപടിയായിട്ട് നമ്മൾ തകർത്തിരിക്കുന്നു. അല്ല, ആ തകർക്കുന്നതിന് മുമ്പും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു വലിയ സംഭവം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നു, ട്രംപിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് ഉണ്ടായി, ഇന്ത്യ തിരിച്ചടിച്ചു. കൊറിയൻ നേതാവായിട്ടുള്ള കിം ജോങ് ഉന്നുമായിട്ട് ഉച്ചകോടി സംഭാഷണം ഹനോയിൽ നടത്തി. ആ ഹനോയിൽ നടത്തിയ സംഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ ട്രംപ് പറഞ്ഞത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു. അതിന് തൊട്ടു പറയുകയാണ് ഇമ്രാൻഖാന്റെ പ്രസ്താവന വന്നത്, അഭിനന്ദനെ ഞങ്ങൾ വിട്ടയക്കുകയാണെന്നുള്ളത്. കാരണം ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാകുന്നത് ഈ ഒരു സംഭവത്തിൽ മൊത്തം അമേരിക്കയുടെ നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ജോൺ ബോൾട്ടൺ എന്ന് പറയുന്ന അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ദോവലും തമ്മിൽ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ മൈക്ക് പോംപിയോ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ രീതിയിൽ നോക്കിയാൽ അമേരിക്കയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഈ മൊത്തം വിഷയങ്ങളിൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ രണ്ടാമത് അമേരിക്കയുടെ ഒരു മിഡിൽ ഈസ്റ്റ് അലി സഖ്യകക്ഷി എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. കാരണം ആ സൗദി അറേബ്യയിലെ രാജകുമാരനായിട്ടുള്ള MBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാജകുമാരൻ ഇന്ത്യയെ സന്ദർശിച്ചു, പാകിസ്ഥാനെ സന്ദർശിച്ചു. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു വിവരം, സൗദി അറേബ്യയുടെ വിദേശമന്ത്രി ഇന്ന് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നാണ്. കാരണം സൗദി അറേബ്യ ഇതിലൊരു റോള് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന എല്ലാ കാലത്തും ജെയ്ഷെ മുഹമ്മദിനെ അംഗീകരിക്കുകയും ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായിട്ടുള്ള മസൂദ് അസറിനെ ഇന്റർനാഷണൽ ടെററിസ്റ്റ് എന്ന് പറയുന്ന ലേബൽ കൊടുക്കുന്നതിന് എതിരായിട്ട് നിന്ന രാജ്യമായിരുന്നു ചൈന. പക്ഷെ ചൈനയും ഈ ഭീകരവാദ ആക്രമണത്തെ അല്ലെങ്കിൽ പുൽവാമ ആക്രമണത്തെ അപലപിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ ചെയ്ത നടപടി ഭീകരവാദികളെ നശിപ്പിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ ശരിയാണെന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള സമീപനമാണ് ചൈന സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ചൈനക്കും ഇതിൽ ഭീഷണിയുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ ഭീഷണിയാണ്, ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാണ്. കാരണം രണ്ടും ആണവശക്തികളാണ്, രണ്ടും ആണവ ആയുധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ്, നിർമ്മിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണ്, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം സ്വാഭാവികമായിട്ട് അതൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലേക്ക് പോകും. അങ്ങനെ ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ. ശ്രീ വി പരമേശ്വരൻ തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PV തോമസ്, ഒരു രാജ്യം മുഴുവൻ അഭിനന്ദന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വാർത്ത അനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പൊതുവേദിയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നു. ഇന്ത്യ എന്നെ വെറുക്കുന്ന രാജ്യം, എന്നെ വെറുക്കുന്നവർ രാജ്യത്തെ വെറുക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അവർ സൈന്യത്തോടൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ താങ്കൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമാണ്. അതായത് ഇന്ത്യ ഒന്നായിട്ട് തന്നെ നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ചൂരില് രാജസ്ഥാനിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുണ്ടായി, നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ് എന്നൊക്കെ പറയുണ്ടായി. ഇതൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഇന്ത്യ എപ്പോഴും സുരക്ഷിതമായ കൈകളിലാണ്. നമ്മുടെ 3 സേനകളും വളരെ ശക്തമാണ്. ആ ശക്തമായ ഇതിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് തീർച്ചയായിട്ടും തികച്ചും അബദ്ധജടിലമായിട്ടുള്ള രാഷ്ട്രീയ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. അത് പാടില്ല. അത് ഈ സമയത്ത് ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു പ്രധാനമന്ത്രി ഒരിക്കലും ചെയ്യരുത്.
നമ്മളെല്ലാം ഒറ്റയായിട്ട് നിൽക്കുകയാണ്. അതുതന്നെയാണ് ശ്രീ പി വി തോമസ്. ഒരു രാജ്യം മുഴുവൻ പ്രാർത്ഥനകളോടെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. വാഗാ ബോർഡറിൽ തന്നെ നമുക്കറിയാം രാവിലെ മുതൽ തന്നെ ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു. വലിയ സ്വീകരണങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നും ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയം. അതെ, തീർച്ചയായിട്ടും നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് അഭിനന്ദന്റെ വർക്കിന്റെ വരവിനായിട്ട്. അദ്ദേഹം വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പിടിച്ചതിനു ശേഷം നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. ജനീവ കൺവെൻഷൻ അനുസരിച്ചുള്ള ഒരു ഇതാണ്. പാകിസ്ഥാന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേതായാലും തിരിച്ചുവിട്ടു. അതൊന്നും ആരുടെയും കാരുണ്യമൊന്നുമല്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നു, അദ്ദേഹം തിരിച്ചു വരട്ടെ. പക്ഷെ ഈ ഒരു കാര്യത്തിന് ഇമ്രാൻഖാൻ ചെയ്ത ഒരു പ്രസ്താവന, അവരുടെ അസംബ്ലിയിൽ ചെയ്ത പ്രസ്താവന വളരെ ഡിഗ്നിഫൈഡ് ആയിരുന്നാണ് ഞാൻ പറയുന്നത്. അതായത് അദ്ദേഹം ഒരു ആക്രോശത്തിനും പോയില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പീസ്ഫുൾ ഗസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ആ പൈലറ്റിന് തിരിച്ചു വിടുകയാണെന്നാണ് പറഞ്ഞത്. അത് ആ 2-3 വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ, വാദമേ പറഞ്ഞുള്ളൂ. അതൊക്കെ നന്നായിരുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള ഒരു പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ കൊട്ടിഘോഷിച്ച് ഇതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. അതും ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിന്റെ നേതാവിന്. ഏകദേശം 3 ദിവസത്തോളമായി അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിൽ ആയിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം നിരവധി പൊതുയോഗങ്ങളിലും പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. അപ്പോഴൊന്നും ഈ രീതിയിൽ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞൊരു പ്രസ്താവന നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രസ്താവന നടത്തിയപ്പോഴാകട്ടെ ഈ രീതിയിലൊരു വിവാദങ്ങൾക്ക് കൂടിയാണ് പ്രധാനമന്ത്രി വഴിവെക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിലെ സയന്റിസ്റ്റിന്റെ ഒരു കോൺഫറൻസിൽ പറയുകയുണ്ടായി. പൈലറ്റ് പ്രോജക്ട് നടപ്പിലാക്കി കഴിഞ്ഞു. പൈലറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഭിനന്ദനെയാണ്. അത് പ്രോജക്ട് ഇനി അടുത്ത കാര്യം വരാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വ്യംഗ്യമായിട്ടാണ് സംസാരിച്ചത്. ചൂരിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹം നേരിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് കാശ്മീരിലായാലും കന്യാകുമാരിലായാലും ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് തികച്ചും മോശമായിട്ടുള്ള ഒരു സമീപനമാണ്. നമുക്ക് ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇത് BJPയുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയോ പ്രശ്നമല്ല. ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്, നമ്മുടെ എല്ലാം പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നമ്മൾ അതേ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അത് ആര് ഭരിച്ചാലും തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യ ഗവൺമെന്റിന്റെ ശത്രുവിനെതിരായിട്ടുള്ള നീക്കത്തിൽ തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ട് നിലപാടുകൊള്ളും. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത് മോഡിയും. ഇതൊന്നും ഒരിക്കലും തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കരുത്, വോട്ടിനായിട്ട് ഉപയോഗിക്കരുത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിവരമുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും അതിനോട് പ്രതികരിക്കും. അതിനൊന്നും അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, നന്ദി ശ്രീ പി വി തോമസ്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിനകം രാജ്യത്ത് മടങ്ങിയെത്തും. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കന്യാകുമാരിയിൽ ഒരു പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രീതിയിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകുന്നു. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി അഭിനന്ദൻ വർദ്ധമാൻ മാതൃരാജ്യത്തിൽ തിരികെ എത്തുന്നു. പാക് പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടപ്പോഴും തലകുനിക്കാത്ത അഭിനന്ദന്റെ രാജ്യസ്നേഹം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം പകരുന്നതാണ്. രാജ്യത്തിന് കാവലായി അഭിനന്ദൻ വർദ്ധമാൻ വീണ്ടും പോർവിമാനം പറത്തുന്ന കാഴ്ച കാണാനും രാജ്യം കാത്തിരിക്കുകയാണ്. അവൻ ധീരൻ, യഥാർത്ഥ സൈനികൻ. അവനെ കുറിച്ചോർത്ത് അഭിമാനം മാത്രം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ പിതാവ് സിംഹക്കുട്ടി വർദ്ധമാന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മുഴങ്ങുന്നു. തന്റെ പോർവിമാനം വീണത് പാകിസ്ഥാനിലാണെന്നറിഞ്ഞപ്പോഴും പതറിയില്ല. ജീവിതവും മരണവും തമ്മിൽ ഒരു വെടിയുണ്ടയുടെ അകലം. എന്നാൽ അഭിനന്ദന്റെ കണ്ണുകൾ ആദ്യം തേടിയത് രക്ഷയ്ക്കുള്ള വഴിയായിരുന്നില്ല. ദൗത്യം തെളിയിക്കുന്ന രേഖകൾ നശിപ്പിക്കുന്നതെങ്ങനെയെന്നായിരുന്നു അഭിനന്ദന്റെ ചിന്ത. ആർക്കും ലഭിക്കാതിരിക്കാൻ അയാൾ മാപ്പും മറ്റ് രേഖകളും വിഴുങ്ങി. ഒരു തെളിവും ബാക്കി വച്ചില്ല. അഭിനന്ദനെ പാക് പട്ടാളം ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം ആ ധീരന്റെ കരുത്ത്. ഞാനെന്തിന് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന് പാക് മേജറോട് മുഖത്തു നോക്കി അഭിനന്ദൻ ചോദിച്ചു. ശത്രുവിന് മുന്നിൽ താൻ തളർന്നുപോയാൽ ഒരു രാജ്യത്തിന്റെ അഭിമാനം ചവിട്ടിമെതിക്കപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇനിയും പുൽവാമ ആവർത്തിക്കരുതെന്ന നിശ്ചയദാർഢ്യവുമായാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചത്.